മലയാളി ഒന്നിലും ഒതുങ്ങണില്ല. ഇനിയും പുതിയ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ പുതിയ പുതിയ കടങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യന്മാരുടെ ജീവിതം തന്നെ ഈ ജഡിക വാസനകളെ തൃപ്തിപ്പെടുത്തി. ഇപ്പം ജഡിക വാസന പലതിലുണ്ട്. കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, 3 കൊല്ലം കൂടുമ്പോൾ കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും. ജഡിക വാസനയുടെ ഒരു പ്രശ്നം അത് ബോറെന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ അനുഭവ തരങ്ങളിലെ ഒരു വൊക്കാബുലറിയാണ് ബോറ്. അപ്പം ദൈവം എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവൻ ഒന്നുകൊണ്ടും മുതലാകാത്ത ഒരു മുതലായിട്ട് വരും. ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശോ പറഞ്ഞു, തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും, അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ്. മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ, ദൈവത്തെപ്പോലും മുതലാകാതെ, ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക്, പരിശുദ്ധാത്മാവ് നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്നാണ്.